ഇങ്ങനെ ചാടി വരുന്നേ? നീയല്ലേ പറഞ്ഞു നിന്റെ പുറകെ വരാന്. എന്റെ പുറകെ വരാൻ പറഞ്ഞ ഞാൻ കാണിക്കുന്ന വഴി വരാനാണ്, അല്ലാണ്ട് ഇങ്ങനെ ചാടി വരാനല്ല പറഞ്ഞത്. ആഹാ എടാ, ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ നിന്ന് 2000 രൂപ നീ വാങ്ങിച്ചിട്ട് നീ കാടിന്റെ മകനാണ്, കാട് മൊത്തം കാണിച്ചു തന്നോണ്ട് നീ ഇപ്പൊ എന്റെ വെക്കിട്ട് തീർന്നോടാ. ഒളിവിൽ അങ്ങോട്ട് ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തല്ലോ. എന്റെ സമയം കിട്ടിയില്ലെങ്കിൽ സാറേ എന്റെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ? നീ ഫോട്ടോ ജനിക്കല്ലടാ. എന്ന് വെച്ചാ നീ ഫോട്ടോ എടുക്കാൻ ജനിച്ചവനേ അല്ലെന്ന്. ആണല്ലേ? അമ്മ അങ്ങനെയൊക്കെ പറയാം, എന്നാന്നറിയാൻ പാടില്ല. ഈ ക്യാമറയ്ക്ക് നല്ല വിലയായി കാണൂല്ലേ? പിന്നെ 5-6 ലക്ഷം രൂപയായി കാണൂല്ലേ? പിന്നെ സാർ ഭയങ്കര പണക്കാരനാണല്ലേ? കൊച്ചുനാള് മുതൽ എന്റെ ആഗ്രഹമായിരുന്നു സാറേ, വലുതാകുമ്പോ പാവപ്പെട്ടവരെ സഹായിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം. വലുതായല്ലോ, ഇപ്പോഴല്ലേ മനസ്സിലായത് ആ പാവപ്പെട്ടവൻ ഞാനാന്ന്. നടന്നില്ല. എന്നോട് ചോദിക്കണമെന്ന് ഓർത്താ സാർ 2000 രൂപ ഞങ്ങളുടെ ഈ കാട്ടി വരാനുള്ള കാരണം. നീ ദേശാടന പക്ഷി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഞാനിപ്പോ പറഞ്ഞു, നീ കേട്ടായിരുന്നു? കേട്ടു. അത്രേ ഉള്ളു. അതായത് അമേരിക്കയിലുള്ള ഒരു സുടുക്കു സുക്കു എന്ന് പറഞ്ഞൊരു ദേശാടന പക്ഷിയുണ്ട്, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നിന്റെ ചെവിക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? പറയണ കേട്ടു. എടാ, അങ്ങനെ കേൾക്കാൻ വേണ്ടിയേ ഉള്ളൂ ഇത്. സുടുക്കു സുക്കു എന്ന് പറയുന്ന ഒരു ദേശാടന പക്ഷി അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട് നേരെ സ്പെയിൻ വഴി ഓസ്ട്രേലിയ വഴി ആഫ്രിക്കയിൽ പോയി അത് തിരിച്ച് നമ്മുടെ ഈ കാടുകളിൽ വരും. ഓ, ഇപ്പൊ ഇതിൽ പാസ്പോർട്ടൊക്കെ ഉള്ള പക്ഷിയാണല്ലേ? ഇത് വിമാനം കയറി വരുന്നതല്ല, ഇത് പറന്ന് 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 പറന്നാ വരുന്നത്. പറന്ന് വരുമ്പോ ക്ഷീണിക്കുമ്പോ എന്ത് ചെയ്യും സാറേ? ന്യൂട്രലിട്ട് ഉരുട്ടി അങ്ങ് പോകും. ഇത് മൈലുകൾ താണ്ടി വരുന്നതല്ലേ? സുടുക്കു സുക്കുവിനോട് മയിലും ഉണ്ട്. മൈൽ താണ്ടി വരുന്ന പക്ഷികളാണ്, കിലോമീറ്ററോളം താണ്ടി വരുന്നു എന്ന അതിന്റെ അർത്ഥം. ആണല്ലേ? പിന്നെ ഇപ്പൊ ഓരോ രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെ വരുമല്ലേ, അവിടെ എല്ലാം റെസ്റ്റ് ചെയ്തല്ലേ വരുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്ത് റെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എല്ലായിടത്തും ഇതിന് ഓരോ ഇണകൾ ഉണ്ടാവും. ഒരു 10 ഇണകളെങ്കിലും ഇങ്ങ് വരുന്നതിന് മുമ്പ് ഉണ്ടാവും ഇതിന്. എന്താടാ, അടുത്ത ജന്മെങ്കിലും സുടുക്കു സുക്കുമായിട്ട് ജനിക്കണേ. അങ്ങനെ ഇത് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒറ്റ ദിവസമേ ഉള്ളു. എന്നിട്ട് തിരിച്ചു പോകുമ്പോ ഏതെങ്കിലും ഒരു ഇണ ഇതിനെ കൊത്തിക്കൊല്ലും. പ്രാർത്ഥന വായിച്ചോളാ. ആവശ്യമില്ലാത്തൊക്കെ പ്രാർത്ഥന ദൈവം കേൾക്കും. അല്ല സാർ, ഇപ്പോഴും ഇവിടെ വന്ന എന്റെ കാര്യം മനസ്സിലായത്. ഇവിടെ വന്ന എന്താന്ന് പറഞ്ഞാൽ ഈ സുടുക്കു സു ഇവിടെ ഒരു ദിവസം ഉണ്ടാവും. അപ്പൊ ഇതിനെ ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്ത് ഇതിന്റെ പടം എടുത്ത് യൂട്യൂബിലിടണം. യൂട്യൂബിലാ? അപ്പൊ ഈ സുടുക്കു സുക്കിന്റെ വേറെ ഫോട്ടോ യൂട്യൂബിലുണ്ടോ? ഓരോരുത്തരിട്ടുണ്ട്. സാറെന്തിനീ കിടന്ന് ബുദ്ധിമുട്ടുന്നത്? അത് നോക്കിയാ അല്ല, ഞാനിട്ട് ഒരെണ്ണം ഇല്ലല്ലോ. എന്നാലും അതിനകത്ത് വേറൊരു പടം ഉണ്ടല്ലോ, പിന്നെ സാറെന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാനൊരു പടം ഇടണ്ടേ? സാറിട്ടാലും വേറൊരാളിട്ടാലും സുടുക്കു സുക്ക് തന്നെയല്ലേ? പിന്നെ എന്തിനാ സാറ് ബുദ്ധിമുട്ടുന്നേ? എന്നാലും ഞാൻ ഒരു ഇടും. എന്തിനിങ്ങനെ വാശി പിടിക്കുന്ന കൊച്ചുങ്ങളെ പോലെ? അതിനകത്തൊരു പടം ഉണ്ടല്ലോ, പിന്നെ സാറ് ബുദ്ധിമുട്ടുന്ന എന്തിനാ? ഞാൻ ലോൺ എടുത്ത് വാങ്ങിച്ചല്ലേ, നീ എന്നെ അർപ്പിക്കല്ലേ? അങ്ങനെയാണ് സാറിട്. അപ്പൊ ഞാനേ ഇതിന്റെ കാരണ ഭംഗിയൊക്കെ ഒന്ന് എടുക്കുന്നു.